ഇത് ഞങ്ങളുടെ വിഷയമല്ല. ഇന്ത്യയോടും പാകിസ്ഥാനോടും ആയുധം താഴെ വയ്ക്കാൻ പറയാനാകില്ല. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അടിസ്ഥാനപരമായി ഞങ്ങളുടെ വിഷയമല്ലെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് JD വാൻസിന്റെ പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ തീവ്രത കുറയ്ക്കാൻ പ്രേരിപ്പിക്കുക എന്നത് മാത്രമാണ് അമേരിക്കയ്ക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് അടിസ്ഥാനപരമായി ഞങ്ങളുടെ വിഷയമല്ല. അമേരിക്കയുടെ നിയന്ത്രണ പരിധിയിൽ വരുന്ന കാര്യമല്ലാത്തതിനാൽ ഇതിൽ ഇടപെടില്ല. ഇന്ത്യക്കാരോട് ആയുധം താഴെ വയ്ക്കാൻ പറയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. പാകിസ്ഥാനികളോടും ആയുധം താഴെ വയ്ക്കാൻ പറയാനാകില്ല. അതിനാൽ നയതന്ത്ര മാർഗങ്ങളിലൂടെയുള്ള നീക്കങ്ങളെ തുടരുകയുള്ളൂ. ഇത് പ്രാദേശിക യുദ്ധത്തിലേക്കോ ആണവ സംഘർഷത്തിലേക്കോ നീങ്ങരുതെന്നാണ് ആഗ്രഹിക്കുന്നത്, JD വാൻസ് പറഞ്ഞു. അതേസമയം കോൺസുലേറ്റ് ജീവനക്കാരോടും പൗരന്മാരോടും ലാഹോർ വിടാൻ അമേരിക്കൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും ഇന്ത്യ തിരിച്ചടിക്കുകയും ചെയ്തതോടെയാണ് അമേരിക്ക പൗരന്മാർക്കടക്കം നിർദ്ദേശം നൽകിയത്. ലാഹോറിലെ പ്രധാന വിമാനത്താവളത്തിന് സമീപമുള്ള ചില പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന വിവരം ലഭിച്ചതായും കോൺസുലേറ്റ് വ്യക്തമാക്കി. അതേസമയം ഇന്ത്യക്ക് നേരെ വീണ്ടും ആക്രമണ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇപ്പോഴത്തെ ഏറ്റുമുട്ടൽ കൂടുതൽ വ്യാപിക്കുമെന്നാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി അറിയിച്ചിരിക്കുന്നത്. 78 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതെന്നും ഖോജ ആസിഫ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കനത്ത തിരിച്ചടി നേരിട്ടിട്ടും പിന്മാറാതെ വീണ്ടും ആക്രമണ ഭീഷണി മുഴക്കുകയാണ് പാകിസ്ഥാൻ. പാക് വിദേശകാര്യമന്ത്രി ഖോജ ആസിഫാണ് അന്താരാഷ്ട്ര മാധ്യമത്തിൽ ഇന്ത്യക്കെതിരായ വെല്ലുവിളികളുമായി രംഗത്തെത്തിയത്. അതേസമയം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടെന്ന ഇന്ത്യയുടെ വാദം തെറ്റാണെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഇന്ത്യക്കെതിരായ പ്രകോപനം തുടരുമ്പോഴും ആഭ്യന്തരമായി ആടി ഉലയുകയാണ് പാകിസ്ഥാൻ ഭരണകൂടം. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ രഹസ്യ താവളത്തിലേക്ക് മാറ്റി. സൈനിക മേധാവി അസീം മുനീർ എവിടെയെന്ന് വ്യക്തമല്ല. ബലൂചിസ്ഥാൻ തലസ്ഥാനമായ കൊറ്റ പിടിച്ചെടുത്തെന്ന് വിഘടനവാദി സംഘടന BLA അവകാശപ്പെട്ടു. അതേസമയം പാകിസ്ഥാന്റെ ഏത് ഹീനമായ നീക്കത്തെയും ചെറുത്ത് ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇന്ത്യൻ സൈന്യം അറിയിക്കുന്നത്. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം ചെയ്യുമെന്നും ഇന്ത്യൻ ആർമി Xൽ കുറിച്ചു. നിയന്ത്രണ രേഖയിലടക്കമുണ്ടായ വെടിവെപ്പിന് ശക്തമായ തിരിച്ചടി ഇന്ത്യ നൽകിയെന്നും സൈന്യം വ്യക്തമാക്കി.